മരിക്കണോ ജീവിക്കണോ? എന്താണ് അതിന് ഉത്തരം? ഇത്രയും എല്ലാം കേട്ടിട്ടും നമ്മൾക്ക് ഇത് ഈ തോമസ് പോൾ ഇങ്ങനെയൊക്കെ പറയും. വീട്ടിൽ ചെന്നാൽ നമ്മൾ ഭർത്താവാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല, ഭാര്യയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല, മക്കളാണെങ്കിൽ ഇത്രയും പഠിപ്പിച്ചതൊക്കെ ചെയ്തിട്ട് അവർക്ക് നമ്മളോടൊരു സ്നേഹമില്ല. ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയാണെങ്കിലും ശരിക്കും പാടുന്നു. കടബാധ്യതയാണെങ്കിൽ ഒരു വശത്ത് കുറേ കാശൊക്കെ ഉണ്ടാക്കി എന്തോരം കഷ്ടപ്പെട്ട്, പക്ഷെ ഒന്നും ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ല. ഇങ്ങനെയാണെങ്കിലും എനിക്കൊന്നിനും ഈ ഒറ്റ സത്യമാണ്. ഇതൊരു സത്യമാണിത്. ഇതൊരു കഥയല്ല, ഇതൊരു മിത്തോളജി അല്ല, ഇതൊരു ഫിലോസഫി അല്ല, ഇത് സത്യമാണ്. ഒന്നങ്ങ് വിശ്വസിച്ചേ. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ എളുപ്പത്തിന് എന്നെ നോക്കിയൊന്ന്. ഞാൻ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നുമല്ല. നമ്മളിപ്പോൾ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ അവർ ശരിയാവുള്ളൂ. അത് കഴിഞ്ഞ് അവരെ മലയാളം പോലും സംസാരിപ്പിക്കുന്നില്ല. മലയാളം ഒന്നും സംസാരിപ്പിക്കില്ല കേട്ടോ, അവരൊക്കെ ഇംഗ്ലീഷ്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കർത്താവ് ശംസിയാക്കി ഒരു ഇംഗ്ലീഷും അറിയണ്ടായിരുന്നില്ല. എടാ, അത് പുതിയൊരു കണ്ടുപിടുത്തമാണല്ലോ, അതൊരു പുതിയൊരു വെളിപാടാണല്ലോ. കർത്താവ് ശംസിയ അരാമിക് ആണ് സംസാരിച്ചിരുന്നത്. നമ്മളൊക്കെ ഇംഗ്ലീഷുകാരായിപ്പോയി. ഈ ഇംഗ്ലീഷൊന്നും അറിയാത്ത കൊച്ചു ത്രേസ്യ, ഞാൻ കൊച്ചു ത്രേസ്യയുടെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സുപ്പീരിയർ പറയും, ദേ കൊച്ചു ത്രേസ്യക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ പാണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് നീ ഫ്രഞ്ച് പഠിക്കണമെന്ന് പറയും. നമ്മളുടെ ലാംഗ്വേജ് എക്സ്പെർട്ടൈസ് കൊണ്ടോ. ഞാനിതെല്ലാം പറയുമ്പോൾ ഇന്നത്തെ മോഡേൺ ചിന്താഗതിയെ അടിച്ച് താഴ്ത്തുക എന്ന് വിചാരിക്കരുത്. എൻ്റെ മകള് തിയോളജിയൻ. അവളും ഇതേമാതിരി ഡോക്ടറും എഞ്ചിനീയറൊക്കെ പഠിക്കാനിരുന്നതാണ്. പക്ഷേ എന്തോ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട്, കർത്താവ് ഇതൊന്നും പഠിപ്പിക്കല്ലേ, ഞാൻ എഞ്ചിനീയറായിരുന്നിട്ട് അത് വിട്ടുപോകുന്ന ആളാണ്. അങ്ങനെ ദൈവാധീനത്തിന് അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് ഉള്ള ചുരുക്കം പെൺകുട്ടികളിൽ ഒരാളാണ്. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? തിയോളജിയനായിട്ടുള്ള പെൺകുട്ടികൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ? ഇതൊക്കെയാണ് പഠിക്കേണ്ട കാര്യം. അപ്പോൾ അവളങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കല്യാണം കല്യാണം കഴിച്ചു. അപ്പം പഠിക്കുന്ന ആളെ കല്യാണം കഴിച്ചാൽ നമ്മൾ ജോലിയൊക്കെ ഉണ്ടെങ്കിലല്ലേ കല്യാണം. ജോലിനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കല്യാണം നടക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കെ കല്യാണം നടന്നു. അപ്പോൾ ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു, നീ വേണമെങ്കിൽ ഈ ക്ലാസ്സിൽ 2 ദിവസമൊക്കെ ഒന്ന് വന്നിരുന്ന് ഫ്രീ ആയിട്ട് കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവനവിടെ താമസിക്കുമ്പോൾ കോളേജ് ക്യാമ്പസിലാണ്, തിയോളജി ക്യാമ്പസിൽ തന്നെ താമസിക്കുന്നത്. അവിടെ വന്ന് കുറച്ച് ദിവസം ഇരുന്ന് കേട്ടപ്പോൾ, ആഹാ ഇത് കൊള്ളാമല്ലോ, എന്നാൽ ഞാനും പഠിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. അവനവൻ്റെ ജോലി കളഞ്ഞ് അവനും തിയോളജി പഠിച്ചു. ഇത് പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കണം, ഇതെന്ത് കിട്ടാനാ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് എന്ത് കിട്ടാനാ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അരക്ഷിതാവസ്ഥ. ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? പഠിക്കണത് എന്ത് കിട്ടാനല്ല, പഠിക്കേണ്ടത് എന്ത് കിട്ടാനാണ്? അറിവ് കിട്ടാനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടാനാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ 25 വർഷം എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ പഠിച്ച ഒരാളാണെന്ന്? തോന്നുന്നുണ്ടോ ഇല്ലയോ? എന്ത് പഠിച്ചു? കത്തോലിക്ക സഭയുടെ മതബോധനം പഠിച്ചു, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിച്ചു, ബൈബിള് പഠിച്ചു, സഭാപിത
പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ പഠിച്ചു. ഇത് മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ. എനിക്ക് പേപ്പർ വായിക്കാനോ മാഗസിൻ വായിക്കാനോ നോവൽ വായിക്കാനോ വേറെ ഒന്നും വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു അലർജി മാതിരിയാണ്. കാരണം അതിനകത്ത് എനിക്ക് പഠിക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇത്ര കൊലപാതകം നടന്നു, ഇവിടെ ഇന്ന ആളെ വെട്ടിക്കൊന്നു, ഇവിടെ ആ പാർട്ടി കാലുമാറി, ഇതിനകത്ത് എന്തറിവാണ്? പറയും എന്തറിവാണ് അതിനകത്തുള്ളത്? നമ്മുടെ സമയം അതിനു വേണ്ടി ചെലവഴിക്കണോ? അതോ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ സ്വർഗത്തിലെ കാര്യങ്ങൾ, ഉന്നതമായ കാര്യങ്ങൾ പഠിക്കുവിൻ. ഞാനിത് പറയുന്നത് വേറൊരു പ്ലാനറ്റിലെ ആളായിട്ടല്ല, ഈ നമ്മുടെ നാട്ടുകാരനാണ് ഞാൻ. നിങ്ങളുടെ മാതിരി തന്നെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. നിങ്ങൾക്ക് ഞാൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ? തോന്നുന്നുണ്ടോ? ഞാൻ പോളണ്ടിൽ അവിടുത്തെ തിയോളജിയൻസിനെ ധ്യാനിപ്പിക്കാൻ വിളിച്ചു. 120ഓളം തിയോളജി ഡോക്ടേഴ്സും ഉന്നത ബിരുദധാരികൾ. അവർ കോളേജിൽ തിയോളജി പഠിപ്പിക്കുന്നവരും സ്കൂളിലും തിയോളജി പഠിപ്പിക്കണമെങ്കിൽ തിയോളജി പഠിച്ചുള്ളവരെ. അപ്പോൾ അവർ അവസാനം നന്ദി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്. ഇതിപ്പോൾ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയണതല്ല. അവർ പറയാണ്, ഞങ്ങൾ വിചാരിച്ച് തോമസ് പോൾ എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ച്, പക്ഷേ ഇയാൾ വളരെ സാധാരണ ഒരു മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവരെ ഏറ്റവും സ്പർശിച്ചതെന്നാണ് പറയുന്നത്. ഇയാൾ വളരെ സാധാരണ ഒരു മനുഷ്യൻ. ഇതാണ് കർത്താവ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, എൻ്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ, ഞാൻ വിനീത ഹൃദയനും. അല്ലേ? അപ്പം നമ്മളൊന്ന് സാധാരണക്കാരാകാൻ നോക്ക്. എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാനിതൊക്കെ പറയുമ്പോൾ. വാസ്തവത്തിൽ ഞാൻ ഈ ലോകം മുഴുവനും സഞ്ചരിച്ചു, ഒരുപാട് രാജ്യങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചു, ഒരുപാട് ആളുകളെല്ലാം കണ്ടു, അവരുടെ പ്രശ്നങ്ങളും സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് എനിക്ക് അതിൻ്റെ ആകത്തുകയിൽ കിട്ടുന്ന സന്ദേശം ഇതാണ്: നമ്മൾ വലിയ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടോ വലിയ ടെക്നോളജി പഠിച്ചതുകൊണ്ടോ ഒന്നും നമ്മൾ വിജയിക്കില്ല. നമ്മൾ ദൈവവചനം പഠിക്കുന്നതിലാണ് വിജയിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഈശോ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഞാനിത് നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബക്കാരാണെന്നുള്ള രീതിയിലാണ് ഞാനിത് പറയണത്. ഒരു സ്വന്തം സഹോദരൻ പറയണ മാതിരിയാണ് പറയണത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ശൈലിയിൽ അടിസ്ഥാനപരമായി ഒരു മാറ്റമുണ്ടാകേണ്ടത്, നമ്മൾ ഇന്ന് പ്രിയോറിറ്റി കൊടുക്കുന്നതൊന്നുമല്ല. നമ്മൾ എന്തിന് പ്രിയോറിറ്റി, ഒന്നാം സ്ഥാനം, എന്തിനൊന്നാം സ്ഥാനം കൊടുക്കണം? ദൈവത്തിനും ജ്ഞാനത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കണം. അങ്ങനെയുള്ള ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൂടെ ദൈവരാജ്യം ശക്തമായി പടരും. ഇപ്പം ഞാൻ വലിയൊരു സമൂഹത്തിന് നിങ്ങൾ പ്രതീക്ഷിച്ച് കാണും. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ വന്നത്, ഇല്ലേ? അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറയും, ബ്രദറെ ആൾക്കാർ അധികം ഉണ്ടാവില്ല. വേണ്ട, ഉള്ള ആൾക്കാർ മതി. ഈശോ മിശിഹ എന്തോരം ജനങ്ങളോടാണ് സുവിശേഷം പ്രഘോഷിച്ചിരുന്നത്. വലിയ ഒരു ജനസമൂഹം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ തടിച്ചുകൂടി. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജനസമൂഹത്തിൻ്റെ അടുത്തേക്കാണോ പോയത്? വെറും 2 പേര്, 2 പേരോട് ദിവസം മുഴുവനും സുവിശേഷം പ്രഘോഷിച്ചോ ഇല്ലയോ? ഞാനിവിടെ രൂപത കൺവെൻഷൻ വന്നപ്പോൾ ഒരച്ഛൻ എന്നെ വന്ന് കണ്ട്, തോമസ് പോളെ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. എന്നെ ഓർക്കുന്നുണ്ടെന്നോ? ഉണ്ട്. എന്താ 25 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുകയാണ്.
പക്ഷെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ 2 അച്ഛന്മാരെ മാത്രമായിട്ട് 5 ദിവസം ധ്യാനിപ്പിച്ചു. അതിനകത്തൊരച്ഛനാണ്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ 2 അച്ഛന്മാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് നിൻ്റെ ധ്യാനം കൂട്ടണമെന്ന് വലിയ ആഗ്രഹം, നീ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ധ്യാനിപ്പിക്കാം. 2 അച്ഛന്മാരെ 5 ദിവസം ഞാൻ ധ്യാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ മറ്റേ അച്ഛൻ വലിയ ഒരു വചന പ്രഘോഷകനായി. ഞാനിപ്പോൾ പേര് പറയുന്നില്ല. ഇദ്ദേഹവും വളരെ വലിയ ഒരാളായി മാറി. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആത്മാവ് പാടിയാലൊന്നും വിചാരിക്കരുത്, പിന്നെ പാടാം, കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ എന്തെല്ലാം ധ്യാനങ്ങൾ കൂടിയാലും നമ്മുടെ പ്രിയോറിറ്റി, നമ്മൾ എന്തിനൊന്നാം സ്ഥാനം കൊടുക്കുന്നു എന്നത് വളരെ വ്യത്യാസം. ഞാനൊരു ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ഒരു വീട് മേടിക്കണം, സ്ഥലം മേടിക്കണം, വീട് പണിയണമെന്നൊക്കെ ഉള്ള സ്വപ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ പാലാരിവട്ടത്ത്, അപ്പോൾ എൻ്റെ ഒറ്റ ആഗ്രഹം വേറൊന്നും ഉണ്ടായി, ഞാൻ എവിടെ വീട് പണിയണോ മേടിക്കണോ അതൊരു പള്ളിയുടെ തൊട്ടടുത്തായിരിക്കണം. കാരണം നമുക്ക് നടന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റണം. ഇതൊറ്റ കണ്ടീഷനാണ് എനിക്ക് വണ്ടി ഓടിച്ചൊന്നും പോകാൻ കുറച്ചും കൂടി പ്രായമായ ചിലപ്പോൾ അതൊന്നും പറ്റില്ലായിരിക്കും, എന്നാലും പെട്ടെന്ന് നമുക്ക് പള്ളിയിൽ പോകാം. ദാറ്റ് ഈസ് ദ ഓൺലി പ്രിയോറിറ്റി. അങ്ങനെ ഞാൻ സ്ഥലമൊക്കെ അന്വേഷിച്ചു, ഒന്നും ഒക്കുന്നില്ല. വീട് അന്വേഷിച്ചു, അതൊന്നും ശരിയാവുന്നില്ല. POC പാലാരിവട്ടത്ത് പാസ്റ്റൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ അവിടെ ഒന്ന് കയറിക്കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ആദ്യം തന്നെ ഒരു ചാപ്പലാണ്, ഒരു നല്ല ലളിതമായ ഒരു കപ്പേള, ഒരു ചാപ്പൽ. അവിടെ കയറിയിരുന്നപ്പോൾ നല്ലൊരു സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതിൻ്റെ അടുത്തെങ്ങാനും എനിക്കൊരു താമസിക്കാൻ സൗകര്യം കിട്ടുകയാണെങ്കിൽ, വീട് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എന്നോട് പറയണം, നീ ഈ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനാണോ നീ വന്നത്? നീ സുവിശേഷ വേലയ്ക്കല്ലേ വന്നത്? ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ, വീടെന്ന് പറഞ്ഞാൽ ഒരു ബംഗ്ലാവ് ടൈപ്പ് പറമ്പും വീടുമായിട്ടുള്ള ഉണ്ടാക്കുകയാണെങ്കിൽ, നീ എൻ്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്ക്, ഭാര്യയും പിള്ളേരും അവിടെ കുറച്ച് താമസിക്കണ്ടേ? ഇവിടത്തേക്ക് വീടുകളിൽ രാത്രി ഒരാളില്ലെങ്കിൽ അന്ന് അതിൻ്റെ കതക് കുത്തിപ്പൊളിക്കും. ആണോ ഇല്ലയോ? ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ്. ഒരു വീട്ടിൽ രാത്രി ആരും ഇല്ലെങ്കിൽ അന്ന് അതിനെ കൊള്ളയടിക്കും. അതുകൊണ്ട് നീ വീട് മേടിക്കണ്ട, നീ സുവിശേഷ വേലയ്ക്കാണ്, അതിന് വീടിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ പറമ്പ് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പച്ചക്കറിയും നടണ്ടേ, കുറേ കപ്പയും വാഴയും ഇതൊക്കെ നട്ടിരുന്നാൽ പിന്നെ നീ സുവിശേഷ വേലയ്ക്കൊന്നും പോക്കുണ്ടാവില്ല. അതിന് വെള്ളം ഒഴിക്കേണ്ടതെന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കും. അവിടെ കുറേ പൂന്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അയ്യോ എൻ്റെ പൂന്തോട്ടം ഉണങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചാൽ അപ്പോഴും നീ, അതുകൊണ്ട് അതൊന്നും പാടില്ല. കർത്താവേ സമ്മതിച്ചു. അപ്പോൾ എന്താ എന്നിട്ട് പറയണം, ദേ നോക്കി, ഈ POCയുടെ മുമ്പിൽ കാണുന്ന ആ ബിൽഡിങ്ങിൽ ഫ്ലാറ്റ് ഉണ്ട്, ഒരു ഫ്ലാറ്റ് മേടിക്കും. നീ ബോംബെയിൽ ഫ്ലാറ്റിലല്ലേ താമസിച്ചിരുന്നു, ഇവിടെ വന്നിട്ട് നീ വലിയ മുതലാളിയാവേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ലളിതമായി അവിടെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഫ്ലാറ്റ് ഫോർ സെയിൽ നേരെ ഫ്രണ്ടിൽ. എനിക്ക് 1 മിനിറ്റ് മതി, 1 മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് കുർബാനയ്ക്ക് വരാൻ 1 മിനിറ്റ് മതി, 1 മിനിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ പ്രിയോറിറ്റിയാണ്. അതും കേട്ടോ, ഈ സുവിശേഷ വേലക്കാരന് ആരെങ്കിലും ബാങ്ക് ലോൺ തരുമോ എന്ന് പറയും. നമ്മൾ മുമ്പ് ജോലിയൊക്കെ ചെയ്തിരുന്നപ്പോൾ സാലറി സ്ലിപ്പ്, വലിയ കമ്പനിയുടെ ലെറ്ററും ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ബാങ്കിൽ ലോൺ തന്നേനെ. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ മേടിക്കാൻ ലോൺ കിട്ടാണ്ട് പറ്റില്ല. ഞാൻ ബാങ്കിൽ ചെന്നു, മാനേജറെ കണ്ടു, സാറേ ഞാൻ പണ്ട് ജോലി ഉണ്ടായിരുന്നു, അതിൻ്റെ പേപ്പറൊക്കെ ഇതാണ്.
അങ്ങേര് ചിരിച്ചു. അങ്ങേരുടെ പേരും തോമസ് പോൾ തന്നെയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ്, തോമസ് പോൾ ബ്രദറെ, ഈ ഏത് ലോകത്തിലാണ് ജീവിക്കണേ? ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ നല്ല ഒരു ക്വാസി ഗവൺമെൻറ് നല്ല ഒരു സ്ഥാപനത്തിൽ ജോലി ഉണ്ടെങ്കിലേ റീപേയ്മെൻറ്റ് ഗ്യാരണ്ടി ഉള്ളൂ. ആ സാലറി സ്ലിപ്പും അതെല്ലാം തന്നാലേ ബാങ്ക് ലോൺ കിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞേ, അതെ, ഞാനേ ഒരു അംബാസിഡറാണ്. ആരുടെ അംബാസിഡറാണെന്നറിയാമോ? കർത്താവ് യേശു മിശിഹായുടെ. നിങ്ങൾ അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട, ഞാൻ നല്ല ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കണേ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകാതിരിക്കില്ല. കർത്താവാണ് എൻ്റെ. സാറൊന്ന് ചിന്തിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു. രാത്രി ആയപ്പോൾ ഇയാൾ വിളിച്ചേക്കാണ്. ഇയാൾ വിളിച്ചിട്ട് പറയാണ്, സാറേ വഴിയുണ്ട്, സാറിൻ്റെ ലോൺ ഞാൻ സാങ്ഷൻ ആക്കി കഴിഞ്ഞിരിക്കണം. പ്രൈസ് ദ ലോർഡ്. നമ്മളിതെങ്ങനെ സംഭവിച്ചു? അതെ, ഒരു വഴിയുള്ളത് മാനേജറുടെ പേഴ്സണൽ റിസ്കിൽ, അയാളുടെ സ്വന്തം ഗ്യാരൻറ്റിയിൽ ഇത്ര ലക്ഷം രൂപയുടെ വരെ ലോൺ കൊടുക്കാം. അത് അനുസരിച്ച് ഇത് സാധിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ മാനേജർ എന്നുള്ള നിലയിൽ ഞാൻ സാറിൻ്റെ ഗ്യാരൻറ്റി നിന്ന് ലോൺ സാങ്ഷൻ ആക്കിയിരിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ഈ ആകുലതകൾ കൊണ്ടൊന്നും, അപ്പോൾ ഞാൻ ഈ പ്രിയോറിറ്റി പറയാണ്. പ്രിയോറിറ്റി എന്തായിരുന്നു എനിക്ക്? പ്രിയോറിറ്റി കർത്താവ്. വീട് എവിടെ വേണം? എല്ലാ ദിവസവും കുർബാന. ഇതേമാതിരി തന്നെ മോള് ഹോസ്റ്റലിൽ പഠിക്കുന്ന നേരത്ത്, പപ്പ ഏത് ഹോസ്റ്റലിൽ നിൽക്കണം? ഒരു സംശയമില്ല, ഏത് ഹോസ്റ്റലിൽ എല്ലാ ദിവസവും കുർബാനയുണ്ടോ അവിടെ നീ നിൽക്ക്. എല്ലാ ദിവസവും കുർബാന ഉണ്ടാവും. ഞാനൊരു സ്റ്റൈല് പറയാണ്, എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രിയോറിറ്റി. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രിയോറിറ്റി, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നും, അത് നമ്മൾ ആദ്യം മാതാപിതാക്കൾ ആ ഒന്നാം സ്ഥാനം അങ്ങ് കൊടുക്കുമ്പോൾ നമ്മളിലൂടെ ഈ വെളിച്ചം നമ്മുടെ കുടുംബത്ത് പ്രസരിക്കും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കേൾക്കണില്ല എന്നൊന്നും പറയരുത്, അത് തെറ്റാണ്. നമ്മളിലൂടെ പ്രകാശം പടരാത്തത് കൊണ്ടാണ് അവർ കേൾക്കാത്തത്. ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഈ അഭിഷേകത്തിൻ്റെയൊക്കെ ഒരു കാരണം, ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ഒരിക്കൽ പോലും എതിര് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും. ഞാനെന്നും മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്നു. കാരണം അത് ഒരു കൽപ്പനയാണ്, ഒരു ബോണസ്, ഒരു നീ ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഇന്നത് കിട്ടുമെന്ന്, നീ ഇന്ന കൽപ്പന പാലിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇന്നത് തരും എന്നുള്ള ഒരു എന്താ അതിന് പറയണേ, ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം കൂടെയുള്ള കൽപ്പന. നീ കൊലപാതകം ചെയ്യാതിരുന്നാൽ ഞാൻ ഇന്നത് തരാം പറയുന്നില്ല, നീ വ്യഭിചാരം ചെയ്യാതിരുന്നാൽ ഇന്നത് തരാം എന്ന് പറയുന്നില്ല. നീ മാതാപിതാക്കളെ ബഹുമാനിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഇന്നത് തരാം. എന്ത് തരാം? എന്ത് തരാം? നല്ല കാലത്തോളം ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞാൻ തരാം. ഞാൻ ഈ പിള്ളേരെല്ലാം വിവാഹത്തിൻ്റെ സമയം വരുവില്ല, എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് പോകുമ്പോൾ അവരെന്താ നഷ്ടപ്പെടുത്തുന്നത്? അവരെ 10-30 വർഷം കഷ്ടപ്പെട്ട് നോക്കി വളർത്തി അവരെക്കുറിച്ച് ദൈവികമായ ഉൾക്കാഴ്ചകളുള്ള ഈ മാതാപിതാക്കളുടെ സ്നേഹത്തെയും അനുഗ്രഹത്തെയും വെട്ടിമുറിച്ചുകൊണ്ട് അവർ ഈ കൽപ്പനയിൽ നിന്നും, ഈ കൽപ്പന നൽകുന്ന എല്ലാ ആനുകൂല്യത്തിൽ നിന്നും അവർ പുറത്തുപോയി.
ഇത് എൻ്റെ ക്രെഡിറ്റ് അല്ല, ഇത് എൻ്റെ അപ്പൻ എപ്പോഴും പറയുമായിരുന്നു, മോനെ ഈ ഒറ്റ കൽപ്പനയ്ക്ക് ഒരു വാഗ്ദാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഒരിക്കലും എൻ്റെ അപ്പനെയും അമ്മയെയും ഒരു ദിവസം പോലും, ഒരു പ്രാവശ്യം പോലും ഞാൻ അവരെ എതിര് പറഞ്ഞ് അവരെ ബഹുമാനിക്കാതിരുന്നിട്ടില്ല. ഈ അവസ്ഥയിൽ ഇന്നത്തെ കാലഘട്ടം എന്താണെന്ന് ചിന്തിച്ച് നോക്ക്, ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾക്കിരുന്ന് കരയാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണിത്. ഈ ദൈവത്തിൻ്റെ കൃപ ഇതുപോലെ വാഗ്ദാനപ്രകാരം സൗജന്യമായിട്ട് നൽകിയിട്ട് അതെല്ലാം പുറത്തു പോവുകയാണ് നമ്മുടെ സമൂഹം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. എനിവേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതെല്ലാം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മക്കളിലേക്ക് ഈ ജ്ഞാനം ഒഴുക്കണേ. അവരെ പെറ്റു വളർത്തിയ മാതാപിതാക്കളെ ബഹുമാനിക്കാനും, അവർ വയസ്സാകുമ്പോൾ ആരുമില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ് ഇന്ന് പല കുടുംബങ്ങളിലും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ജ്ഞാനം ആ മക്കൾക്ക് കിട്ടിയിട്ടില്ല. ആ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ സ്നേഹത്തോടെ അവരോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്താനും അതൊന്നും ഇന്നത്തെ ലോകത്തിലില്ല. ഓ ദൈവമേ, കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുകയും ജ്ഞാനത്തിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മാതാപിതാക്കളിലൂടെ നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മളിലൂടെ ഇത് മക്കളിലേക്ക് പ്രസരിക്കും എന്നുള്ള തത്വമാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ മുഴുവൻ ഈ 4 ദിവസത്തെ ധ്യാനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാവുന്നിടത്തോളം പറയും. ബാക്കി നിങ്ങൾ യൂട്യൂബിലുള്ള മറ്റ് ധ്യാനങ്ങൾ കേൾക്ക്. ഈ വേറെ ധ്യാനത്തിൻ്റെ CD കഴിഞ്ഞ ചങ്ങനാശ്ശേരിയിലത്തെ ധ്യാനത്തിൻ്റെ കുറച്ച് CD അടിക്കാൻ പറഞ്ഞത്. ചങ്ങനാശ്ശേരിയിലെ ആ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൻ്റെ കുറച്ച് CD അടിച്ചു വയ്ക്കാൻ പറയും. ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ധ്യാനത്തിൻ്റെ CDയോടൊപ്പം ഇതിനു മുമ്പ് നടത്തിയ 5 ദിവസത്തെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനമാണെങ്കിലും അത് വളരെ കുറേ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് 5 ഫുൾ ഡേ ഉണ്ടായിരുന്നു. 5 അല്ല, 5, 6 ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 2-3 ധ്യാനങ്ങളും കൂടി നിങ്ങൾ യൂട്യൂബിൽ കേൾക്ക്. ഇപ്പോൾ ഇൻറ്റിമസി റിട്രീറ്റ് 9 ദിവസത്തെ ധ്യാനമാണ്. ഇപ്പോൾ ആ ആൻറ്റി ചേച്ചി കേട്ടെന്ന് പറഞ്ഞില്ലേ, ഇൻറ്റിമസി 9 ദിവസത്തെ ധ്യാനം. വീട്ടിലിരുന്ന് കേൾക്ക്, കുറച്ച് സമയം വെറുതെ ഇരിക്കും വീട്ടിൽ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മൾ അമ്മമാർ അപ്പന്മാർ പറയാണ് കുറച്ച് സമയം വീട്ടിൽ വെറുതെ ഇരിക്കാൻ. അതൊരു വേസ്റ്റാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ശാന്തമായി ഓരോരുത്തർ ഇരിക്കുമ്പോഴാണ് ചിന്തിക്കാൻ സമയം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓടിപ്പടഞ്ഞ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, നല്ല കാര്യം ചട്ടിയും കലത്തിൻ്റെ അടുക്കുന്ന 5-6 ദിവസത്തേക്ക് ജീവിതത്തിൽ വലിയൊരു സംഭവമല്ലേ. ഇപ്പോൾ ചിലർ പറയും ഞാൻ 5-10 വർഷം കഴിഞ്ഞിട്ട് ധ്യാനം കൂടുന്നു എന്ന് പറഞ്ഞാൽ 5-10 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് 4 ദിവസം ചട്ടിയും കലത്തിൻ്റെ അടുക്കെന്ന് വിട്ടുന്ന് എന്നല്ലേ എൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യണം, നിങ്ങൾ പ്ലാൻ ചെയ്യണത്. ഞാൻ ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ ഒന്നൊരു ധ്യാനം കൂടാൻ പോട്ടെ. ധ്യാനം കൂടാൻ പോണത് ധ്യാനം കൂടാനൊന്നും അല്ല, നമുക്കൊന്ന് വിശ്രമിക്കാൻ എന്ന് വിചാരിച്ചോ, നമുക്കൊന്ന് വിശ്രമിക്കാൻ. ഞാൻ പറയാണ്, നമ്മുടെ ഒരുപാട് രോഗങ്ങളുടെ തന്നെ കാരണം വിശ്രമമില്ലാഞ്ഞിട്ടാണ്. ഇത് എന്നോട് തന്നെ ഡോക്ടർ പറയണ കാര്യമാണ് കേട്ടോ. ഞാൻ ഡോക്ടർ ചെല്ലും, ഡോക്ടർ പറയും ബ്രദർ സാപത്ത് എടുക്കണില്ല. ഇന്ന് സാപത്തല്ലേ, സാപത്ത് ദിവസം നമ്മൾ പണിയാ.
ബ്രദർ വിശ്രമിക്കുന്നില്ല. പക്ഷേ ഞാൻ നാളെ മറ്റന്നാളൊക്കെ എനിക്ക് വിശ്രമമാണ്. അടുത്ത ആഴ്ച വലിയ ധ്യാനമാണ്. അടുത്ത ആഴ്ച അട്ടപ്പാടിയിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ടീമിന് വേണ്ടിയുള്ള ധ്യാനമാണ്. മിക്കവാറും വട്ടായി അച്ഛനും അവിടെയുള്ള എല്ലാ അച്ഛന്മാരും ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള ധ്യാനമാണ്. നമുക്കൊരു മിനിറ്റ് ആ ധ്യാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ ധ്യാനത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, ആ ധ്യാനത്തെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണേ. അത് കഴിഞ്ഞാൽ ഡിവൈനിൽ ഹിന്ദി കൺവെൻഷനാണ്. ഹിന്ദിയിൽ പിന്നെ കംപ്ലീറ്റ് ലാംഗ്വേജ് മാറി. हिंदी पाड़ू, हिंदी प्रवचन देता है। ईश्वर ने संसार को इतना प्यार किया, उन्होंने अपने इकलौते पुत्र को संसार के लिए बलिदान कर दिया। ता उसमें विश्वास करता है उसका सर्वनाश न हो बल्कि अनंत जीवन प्राप्त हो। 5 ദിവസം ഹിന്ദി കൺവെൻഷനിൽ ഹിന്ദിയിൽ ഈ ഭാരതത്തിലെ പല സ്ഥലത്ത് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും, വേറെയും ടീം അച്ഛന്മാരും ഇവരൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു അനുഭവം തന്നെയായിരിക്കും ഹിന്ദിയിൽ. അത് കഴിഞ്ഞിട്ട് ആ കൺവെൻഷൻ കഴിയണയ്ക്ക് മുമ്പ് വെള്ളിയാഴ്ചയാണ് ദോഹ, ഖത്തറിൽ. വെള്ളിയാഴ്ച ഒരു ദിവസമാണ് അവിടുത്തെ ദോഹയിലേക്കുള്ള ഒറ്റ വെള്ളിയാഴ്ച മാത്രമേ നമുക്കതെങ്കിലും ചെയ്യാൻ പറ്റൂ. വെള്ളിയാഴ്ച വെളുപ്പിന് ഫ്ലൈറ്റ് കയറി വെള്ളിയാഴ്ച അവിടെ ചെന്ന് അന്ന് ഫുൾ ഡേ അവിടെ ഇംഗ്ലീഷ് ധ്യാനം. ഇങ്ങനെ നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ വിശ്രമമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയണത്. ഇടയ്ക്കിടയ്ക്ക് ഞാനും വിശ്രമിക്കണം എന്നതാണ് എല്ലാവരും പറയണത്. എൻ്റെ ആഗ്രഹം അതാണ്. നിങ്ങളോടും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിശ്രമിക്കണം, വെറുതെ ഇരിക്കണം. എന്നിട്ട് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. അത് മതി. അപ്പോഴാണ് ഈശോ പറയണ നിനക്ക് ഇപ്പോൾ എൻ്റെ ഭാര്യയോട് നീ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആളെപ്പോഴും പറയും, അതെ ഒന്ന് എൻ്റെ അടുത്ത് ഇരിക്കി. ഇത്രേ ആഗ്രഹമുള്ളൂ. ഇത്രേ ആഗ്രഹമുള്ളൂ ഇല്ലേ? നിങ്ങളെ ഭാര്യമാർക്ക് എന്താ ആഗ്രഹം പറയും? എന്താ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കണേ? നിങ്ങൾ ആദ്യം ആഗ്രഹിക്കണത് എന്താ? കുറച്ച് നേരം എൻ്റെ അടുത്തൊന്ന് ഇരിക്കും. ചേട്ടന്മാർക്ക് എന്താ ആഗ്രഹം? ആഗ്രഹമൊക്കെ ഉണ്ട്, പറ്റണില്ല എന്നുള്ളൂ. നീ ഒന്ന് എൻ്റെ അടുത്ത് ഇരിക്കുക കുറച്ച് നേരം. ഇത് തന്നെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്നത് നീ ഒന്ന് എൻ്റെ അടുത്ത് ഇരിക്കും. ഒരു ദിവസം എന്നോട് പറയണം, ഇത് കണ്ടോ ഞാൻ ഈ ചക്രാരിയിൽ അല്ലെങ്കിൽ ഞാൻ ഈ അരളിക്കയിൽ ഇരിക്കണ കണ്ടോ? ഞാനൊന്നും ചെയ്യാനില്ല, ഞാനവിടെ ഇരിക്കുകയാണ്, എല്ലാ കാര്യവും താനേ നടക്കുന്നുണ്ട്. നീ അതേമാതിരി ഒന്ന് ഇരിക്കാൻ. ഞാൻ ഈ അരളിക്കയിൽ ഇരിക്കണ കണ്ടോ? ഞാനിങ്ങനെ ഇരുന്നാൽ മതി, എല്ലാ കാര്യവും നടന്നോളും. എന്ന മാതിരി നീ കുറച്ച് സമയം എൻ്റെ അടുത്ത് വന്നൊന്ന് ഇരിക്കുക. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന തത്വങ്ങൾക്ക് നേരെ വിപരീതമാണ്. ആണോ അല്ലയോ? പക്ഷേ ഇതാണ് ബൈബിളിലെ മുഴുവനും. ഇതാണ് മാതാവ് ഔസപിതാവ്. അവർ ഓടിച്ചാടി നടന്ന് വല്ലതും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? മാതാവ് ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പിന്നെ എന്തു ചെയ്തു? അവരോരോടുത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് കർത്താവിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നു. ശാന്തമായ ജലാശയത്തിലേക്ക് അങ്ങനൊരു മറ്റൊരു വചനമുണ്ടല്ലോ, നീ ശാന്തമായി ഇരുന്നാൽ മതി എന്നുള്ളത്. അതെവിടെയത്? ശാന്തമാകുക. അത് ഭയങ്കര ഫേമസാണ്. പക്ഷേ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇപ്പം ഈ പിള്ളേർ കുർബാനയ്ക്കൊക്കെ കൂടുതൽ നന്നായിട്ട് വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിള്ളേർ സാധാരണ സമാധാനം നമ്മുടെ കൂടെ, ഒരു സമാധാനമില്ലാത്ത മാതിരിയാണ് പറയണത്. ഇപ്പം ഇവൻ നന്നായിട്ട് പറഞ്ഞു, സമാധാനം നമ്മോട് കൂടെ എന്നൊക്കെ പറഞ്ഞു.
മറ്റത് പറയണ കേട്ട് കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോണ മാതിരിയാണ്. ഓൾ റൈറ്റ്, ഞാനിങ്ങനെയൊക്കെ പറയണ്ടെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പൊടി കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഞാനിനി കുറേ പ്രധാന കാര്യങ്ങൾ പറയാനുള്ളത്. എവിടെ തുടങ്ങണം എന്നാണ് ആലോചിക്കണേ. നമുക്കൊന്നും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നന്ദി. ഇന്ന് നമ്മൾ ആ ലേഖനം വായിച്ചപ്പോൾ കേട്ടോ, എൻ്റെ ശരീരമാകുന്ന തിരശീലയെ വിഭജിച്ചുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ അകത്തേക്ക്. ഇതൊക്കെ എന്തോ ഒരു വലിയ അർത്ഥമാണ് ഇല്ലേ? ഇത് നമ്മൾ കുറേ നേരം ഇരുന്ന് ചിന്തിക്കാനില്ലേ? എൻ്റെ തലയിൽ ഇന്ന് മുഴുവൻ ഇത് തന്നെ ആയിരിക്കുള്ളൂ. എൻ്റെ ശരീരമാകുന്ന തിരശീല കീറി. അപ്പോൾ ആ തിരശീലയുടെ എല്ലാം അതാണ് പൗലോസ്ലിയുടെ ലേഖനങ്ങളിലും ഈ